യാതൊരു ഉപാധികളും ഇല്ലാതെയാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതെന്നാണ് ഐഷ പോറ്റി മീഡിയ വണ്ണോട് പറഞ്ഞത്. തന്നെ സിപിഎമ്മിന് ആവശ്യമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ലെന്നും ഐഷ പോറ്റി മീഡിയ വണ്ണോട് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് വിസ്മയം ഉണ്ടാകും എന്ന് പറയുന്നത് പിന്നാലെയാണ് ഇപ്പോൾ മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കോൺഗ്രസിലേക്കുള്ള വരവ് എന്തെങ്കിലും ഉപാധികൾ വെച്ചുകൊണ്ടാണോ കോൺഗ്രസിലുള്ള വരവ്? ഒരിക്കലും ഇല്ല, ഒരു ഉപാധിയില്ല. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, എത്രയോ നാളായിട്ട് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മൾ ഒരു പ്രവർത്തനവും ഇല്ലാതെ ഇടതുപക്ഷത്തിലും ഇല്ലാണ്ട് ഞാൻ എൻ്റേതായ സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാവരും നിരന്തരമായിട്ട് വളരെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഞാനൊരു ഓഫീസിൽ ചുരുങ്ങി കൂടരുത്, ഇത്രയും വർഷം പൊതുസമൂഹത്തോടൊപ്പം നിന്നതല്ലേ, അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായിട്ട് തുടർന്നു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ ഒരു പ്രവർത്തിക്കാൻ വരണമെന്ന് പറഞ്ഞ് സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. 3 തവണ അരിവാൾ ചിട്ടി നഷ്ടത്തിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്. അപ്പോൾ ആ ആള് പിന്നീട് കോൺഗ്രസിലേക്ക് മാറുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശോഭന ജോർജ് എത്രയോ വർഷം 3 തവണ MLA ആയത് കൈപ്പത്തി അടയാളത്തിലാണ്. ഇപ്പം 10 വർഷമായിട്ട് CPM-ന്റെ കൂടെയാണ്, അത്രയേ ഉള്ളൂ. സരിൻ ഇന്നാൾ വരെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളാണ്, ഇപ്പോൾ പാർട്ടിയുടെ ചിഹ്നത്തിൽ. ഇത് ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഒന്നും അല്ലാതെയൊന്നും ഒന്നും ഇല്ലല്ലോ. അതൊക്കെ സാഹചര്യങ്ങളും എന്ന് വിചാരിച്ച വല്ലതും കിട്ടാനൊന്നുമല്ല, എനിക്കൊന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒന്നും, നിങ്ങളൊക്കെ എന്നെ പറ്റി എത്ര വേണേലും അന്വേഷിച്ചു. KN ബാലഗോപാൽ അടക്കമുള്ള നേതാക്കളുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണോ ഇങ്ങനെ ഒരു തീരുമാനം? അങ്ങനെ എനിക്ക് ആരോടും അഭിപ്രായ വ്യത്യാസമില്ല. എനിക്ക് പറയാനുള്ളത് പറയും. എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. 2023 വരെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. 2023 മാർച്ച് 15 തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റുന്നില്ല. CPM നിരന്തരമായി അവഗണിക്കുന്നു, അതാണോ പരാതി? അങ്ങനെയൊന്നും പരാതിയില്ല, എനിക്ക് പരാതിയേ ഇല്ല. എനിക്ക് ഒരു പരാതിയും ഒരാളെ പറ്റിയില്ല. അത് എല്ലാ സ്ഥലങ്ങളിലും പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാകും, എല്ലാവർക്കും കാണും, എല്ലാ പാർട്ടിയിലുള്ളവർക്കും പലർക്കും പരാതി കാണും. അങ്ങനെ പരാതിയില്ലെങ്കിൽ ആശയപരമായ മാറ്റമാണോ? എനിക്ക് എൻ്റെ സ്പേസ് അവിടെ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എൻ്റെ സ്പേസ് ആവശ്യമില്ല. എന്ത് ന്യായം പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കും, ഞാനൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന എത്രയോ പദ്ധതികളാണ് അവിടെ ഉള്ളത്. അത് മുറ്റത്ത് വന്നാലും ഞാനെന്നൊരാൾ ചിത്രത്തിലില്ലല്ലോ. നമ്മൾ പറഞ്ഞപ്പോൾ ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ ജബി മേത്ര അവരാരെങ്കിലും ഇരുന്നിട്ട് വന്നിട്ട് ഞാൻ അടുത്ത ആളായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ പരിഗണിക്കണ്ടേ? പരിഗണിക്കാതിരിക്കുന്നവരെ 10 ഇരട്ടി പരിഗണിക്കാതെ നാടെത്തും. ബാലകൃഷ്ണ പിള്ളയൊക്കെ അന്ന് പരാജയപ്പെടുത്തിയാണ് വലിയ രീതിയിൽ ഒരു അട്ടിമറി ചെയ്തിട്ട്. ഞാനല്ല പരാജയപ്പെടുത്തി, അവിടുത്തെ ജനങ്ങളാണ്. ഞാൻ അതിനൊരു നിമിത്തമായെന്നേ ഉള്ളൂ, ഒരാളായി. UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഉണ്ടാകും. അറിയാൻ വയ്യ, അതെനിക്ക് പറയാനേ പറ്റുന്നില്ല. ഞാനല്ല അത് പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാതൊന്നും. മത്സരിക്കണമെന്നൊന്നും അങ്ങനെ പണ്ടും ആഗ്രഹിച്ചില്ലല്ലോ. വന്ന ജോലി ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അധികാരമോഹമല്ലേന്ന് ചോദിച്ചാൽ അധികാരം കൊണ്ട് കുറേ ഉറങ്ങണ്ട, കഷ്ടപ്പാടുകൾ അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു നേരത്തെ ഒന്നും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള ഒത്തുകൂടൽ പോലും പറ്റാത്ത സ്ഥിതിയാണ് പൊതുപ്രവർത്തനം. എൻ്റെ അനുഭവം അതാണ്. അപ്പോൾ അതിനോട് അത്ര വലിയ ആകാംക്ഷയൊന്നും വരും. പ്രവർത്തിക്കാൻ ഒരു സംവിധാനം വരണം, എങ്കിലേ നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റും. ഒരു മരണം വന്നാൽ, കല്യാണം വന്നാൽ ഓടിയെത്തണമെങ്കിൽ ഞാൻ എപ്പോഴും ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ അത് വിളിച്ചോ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ഒരൊറ്റ പ്രശ്നമുണ്ട്. അത് പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാനേ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേണ്ടാന്ന് വെച്ചുവെന്ന് ആരും വെച്ചുവെന്ന് പറയുകയല്ലോ ഒരിക്കലും. പക്ഷെ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുമല്ലേ ഉള്ളൂ. അതല്ലേ ആ കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ പ്രവർത്തനം. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള ആരെന്നോ പാവപ്പെട്ടവരെന്നോ പലർന്നോ വലിയ നേതാക്കളെന്നോ നോക്കത്തേ ഇല്ല. നിങ്ങൾ നോക്കിയോ, എനിക്കെല്ലാവരും ഒരുപോലെയുള്ളൂ. എല്ലാവരും, പണക്കാരനും പാവപ്പെട്ടവരും ഭിക്ഷക്കാരും എല്ലാം എന്നും അങ്ങനെയാണ്, ഇനിയും അങ്ങനെയായിരിക്കും. ഐഷ പോറ്റിയുടെ വരവ് കോൺഗ്രസിന് വളരെ വലിയ ഒരു ഊർജ്ജം. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വിസ്മയം ഇതാണ്, വിസ്മയത്തിന്റെ തുടക്കം ഇതാണ്. കേരളത്തിന്റെ നന്മയിലേക്കുള്ള മാറ്റൊലി തന്നെയാണ് ഇതിനി തുടരുകയും ചെയ്യും. തീർച്ചയായും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ജീർണതയുടെ പര്യായമായി CPM മാറിയിരിക്കുമ്പോൾ ഇതല്ലാതെ നന്മയുള്ള രാഷ്ട്രീയത്തിന് മറ്റൊരു മാർഗമില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ മുന്നണിയിലും അതുപോലെ ഇതുപോലെയുള്ള വിശിഷ്ടരായ നേതാക്കന്മാരും ഇനിയും ഏറെ വരും. അതാണ് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെ ഐഷ പോറ്റിയുടെ വരവ് തന്നെ ഒരു വിസ്മയത്തിന് തുടക്കമാണെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കാർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ക്യാമറമാൻ സാദിഖിനൊപ്പം സിബി ജോസഫ്.